ശിവ, ഏട്ടൻ ആകപ്പാട് ചൂടില്ല. ഏട്ടൻ കൊടുത്ത വാക്ക് തെറ്റിച്ചതിലുള്ള ദേഷ്യം. ഞാൻ ഏട്ടൻ കൊടുത്ത വാക്കൊന്നും തെറ്റിക്കാൻ പോയതല്ല. പിന്നെ എന്തിനാ അവളെ കാണാൻ പോയത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, ഞാൻ കാണാൻ പോയി. അത്രേ ഉള്ളൂ. അവൾ എന്താ നിന്നോട് പറഞ്ഞത്? എന്താ ശിവ, അവള് പറഞ്ഞത് എന്താന്ന് പറയാൻ ശിവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. തൽക്കാലം അമല എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ഏടത്തിയോടൊന്നല്ല, ആരോടും പറയില്ല. അത് ഞങ്ങളെ രണ്ടുപേരെയും മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓഹോ, അത് ശരി. അപ്പൊ ഇപ്പോഴും നിങ്ങളെ രണ്ടുപേരെയും മാത്രം ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലേ? ഇതിനെയാണ് കവികൾ പറയുന്നത്, ചാരം മൂടിയാലും കനലുള്ളിൽ തന്നെ കാണൂന്ന്. ആ കനലിനി ഊതിക്കത്തിക്കാൻ നോക്കണ്ട. തൽക്കാലം വെള്ളം കോരി ഒഴിച്ച് അതിനെ അണച്ചേക്ക്. അതാ നല്ലത്. ശിവ, നമുക്ക് പറ്റിയൊരു ബന്ധമല്ല അത്. നമ്മുടെ സ്നേഹത്തിന് ഒരു വിലയും കൽപ്പിക്കാത്തവരോട് നമ്മൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. സ്നേഹം ഒരിക്കലും ഒരു ദാനമല്ല ശിവ, പരസ്പരമുള്ളൊരു ഷെയറിങ്ങാ, കരുതല. അത് കിട്ടാത്തടത്ത് നീ സ്നേഹം തേടിപ്പോയാ നമ്മൾ അപമാനിക്കപ്പെടുകയുള്ളൂ. നീ ഇനി ഒരിക്കൽ കൂടി വിഷമിക്കാൻ ഇടവരരുത്. ഞാൻ അതുകൊണ്ട് പറയുന്നതാ. ഏട്ടത്തി ഇങ്ങനെ കാട് കയറണ്ട. ഞാൻ അവളോടുള്ള പ്രേമം മൂത്ത് പോയതൊന്നും അല്ല. അവൾ ഇനി എന്റെ ജീവിതത്തിലേക്ക് വരാനും പോകുന്നില്ല. ഞാൻ നേരത്തെ അവരോട് പറഞ്ഞതൊക്കെ സത്യ. അവളുടെ പിന്നാലെ ഞാൻ ഇനി ഒരിക്കലും പോവില്ല. ഏട്ടത്തിക്ക് എന്നെ വിശ്വസിക്കാം. പണ്ട് ഏട്ടൻ എന്നെ ഒരുപാട് ഉപദേശിച്ചതാ ഈ ബന്ധം വേണ്ടെന്നും പറഞ്ഞ. അന്ന് ഞാൻ വാശി പിടിച്ചു. അവളെ മാത്രമേ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞു. അവൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ട് എനിക്ക്. ഏട്ടന്റെ വാക്ക് തെറ്റിക്കുന്ന അനിയനല്ല ഞാനിപ്പോ. ഏട്ടന്റെ വാക്കിന്റെ വെളിച്ചത്തിൽ കൂടി മാത്രമേ ഈ അനിയൻ ഇനി നടക്കൂ എന്നും. ഏട്ടത്തി ചെന്ന് അത് ഏട്ടനോട് പറഞ്ഞേക്ക്. ഞാൻ അമലു ഒന്ന് കണ്ടെന്ന് കരുതി ലോകമൊന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. അവൾ എന്നോട് പറഞ്ഞ കാര്യം തികച്ചും സ്വകാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാനത് ഏട്ടത്തിയോട് പറയാത്തത്. അല്ലാതെ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഏട്ടത്തി, പരസ്പരം രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് പോലെയാ ഞങ്ങൾ സംസാരിച്ചതും യാത്ര പറഞ്ഞു പിരിഞ്ഞതും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷേ അവള് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ സ്വകാര്യതയാ. എങ്കിൽ പിന്നെ അതെന്തിനാ നിന്നോട് ഷെയർ ചെയ്ത്? അവളുടെ സ്വകാര്യമായ സങ്കടങ്ങൾ കേൾക്കാൻ ശിവ ഇപ്പൊ ആരാ? അവളുടെ ആരും അല്ലല്ലോ. ഏട്ടത്തി, അമലയും ഞാനും തമ്മിൽ ഇപ്പൊ ഒരു ബന്ധവുമില്ല. പരസ്പരം കണ്ടിട്ട് തന്നെ എത്രയോ നാളായി. പക്ഷേ ഞാൻ അറിയേണ്ട ഒരു കാര്യം അവളുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്നു. ആ കാര്യം ഇതുവരെ അവൾക്ക് എന്നോട് പറയാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോ ഏകദേശം അവളുടെ വിവാഹം തീരുമാനിച്ച മട്ട. അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അവൾക്ക് ഒരിക്കലും അതെന്നോട് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാ അവൾ എന്നെ വിളിച്ചത്. പിന്നെ മറ്റൊന്നുണ്ട്. അവൾക്ക് ഈ ഭൂമിയിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു സുഹൃത്ത്
ഞാൻ മാത്രമാ. ആണും പെണ്ണുമായിട്ട് ഇവൻ ഒരുത്തനേയുള്ളൂ. അതുകൊണ്ടാണ് ഈ മുൻകരുതലൊക്കെ. ഏതായാലും DK ഒരു തീരുമാനം പറയട്ടെ. ഇവിടുന്ന് പ്രിയമോളെ ക്ഷേത്രത്തിലെത്തിക്കുന്ന കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ക്ഷേത്രത്തിലെല്ലാം കൂടെ 1 മണിക്കൂർ. അത് കഴിഞ്ഞ് നേരെ റിസപ്ഷൻ ഹാളിലേക്ക്. എന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. സുഷമേ, നമുക്ക് ഉറങ്ങണ്ടേ? വരുന്ന ഹരിയേട്ടാ. അവര് നാത്തൂന്മാർ രണ്ടുപേരും ഇപ്പോഴേ കൂട്ടായെന്നാ തോന്നുന്നത്. പിന്നെ നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട് മേന്നെ. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റുള്ളായിരുന്നെങ്കിൽ ഈ വിവാഹം നടക്കില്ലായിരുന്നു. നിങ്ങൾ കാണിക്കുന്ന ഈ ധൈര്യം എനിക്ക് പോലും ഇല്ല. ഇത് ധൈര്യമൊന്നും അല്ല സുധാകരൻ നായരെ. നമ്മളൊക്കെ നിസ്സാരന്മാരായ മനുഷ്യരാ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ടെന്താ കാര്യം? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി, നമുക്കിറങ്ങാം. വാ. വരുന്നു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. മോനെ വാടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബൈ. വാ വാ. ഓഫീസിൽ പോകേണ്ട നേരം ആയില്ലല്ലോ. ഇന്നെന്താ നേരത്തെ? അതൊക്കെ ഉണ്ട്. ഓഫീസിലെ ഞാൻ ചില ഭരണ പരിഷ്കാരങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുക. അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിട്ടാ ഞാൻ നേരത്തെ പോകുന്നത്. ഭരണപരിഷ്കാരങ്ങൾ നടത്തുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ആ റെസ്റ്റോറന്റ് കുളമാക്കരുത്. അതെ, റെസ്റ്റോറന്റിന്റെ കാര്യം നോക്കാൻ ചേട്ടൻ അങ്ങോട്ട് വരണമെന്നില്ല. അതെന്താ? കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഒരുമാതിരി പഠിച്ചു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ റെസ്റ്റോറന്റ് ഞാൻ നോക്കി നടത്താം. നിങ്ങൾ റെസ്റ്റ് എടുത്തോ. ഓ, ഇതിപ്പോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ. അല്ല, നിങ്ങൾക്കിപ്പോ പ്രായം കൂടി വരുമല്ലേ, അതുകൊണ്ട് വേണമെങ്കിൽ സഹായിക്കാന്ന് വിചാരിച്ചതേ ഉള്ളൂ. അങ്ങനെ നീ ഇപ്പൊ ആവശ്യമില്ലാത്ത സഹായങ്ങളൊന്നും ചെയ്യണ്ട. ഉപദ്രവിക്കാതിരുന്നാ മതി. ആഹാ, ഇതാ പണ്ടുള്ളവര് പറയുന്നത്, പോത്തിനോട് വേദം ഊതരുതെന്ന്. ഇങ്ങനെ ചൂടാവില്ല ചേട്ടാ. ഭർത്താവിനെ സഹായിക്കേണ്ട കടമ ഭാര്യക്കില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ബേക്കറിക്കാർക്ക് രാവിലെ എന്നെ വായിന്ന് എന്തെങ്കിലും കേട്ടാലേ സമാധാനാവുള്ളൂ. അങ്ങനെ വായി തോന്നിയത് പറഞ്ഞാലേ ഞാനും തിരിച്ചു പറയും. നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധാണെങ്കിലേ ദാ സുപ്രിയയുടെ ഫോട്ടോ നോക്കി അങ്ങ് പറഞ്ഞേച്ചാ മതി. അതാവുമ്പോ തിരിച്ചൊന്നും പറയില്ലല്ലോ. പാവം ഫോട്ടോ അല്ലേ. സുപ്രിയയുടെ പേര് പറഞ്ഞ് കളിക്കരുത്. അതിനുള്ള ഒരു യോഗ്യത നിനക്കില്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? എന്നെ നരകത്തിലേക്ക് തള്ളിയിട്ടതേ അവളുടെ സെലക്ഷൻ ആണല്ലോ. അതുകൊണ്ട് എനിക്ക് സുപ്രിയയോട് എന്തും പറയാം. നീ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അയ്യോ, നിങ്ങളോട് തർക്കിച്ചെന്ന് ഞാനങ്ങ് മറന്നു. ഇന്നേ ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗോ? എന്ത് മീറ്റിംഗ്? വിദേശത്തുനിന്ന് എന്നെ കാണാൻ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചില ആളുകൾ വരുന്നുണ്ട്. ഓ, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് ഇന്നാണല്ലോ അല്ലേ? നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരാം. എത്ര മണിക്കാ മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? 11 മണിക്ക്. അതെ, ഈ സാരി എങ്ങനെയുണ്ട്? കലാമോ?
അപ്പൊ DK ഇന്ന് എന്നോടൊപ്പം റെസ്റ്റോറന്റിൽ വരുന്നുണ്ട്. What is this, Betty? എന്താ പതിവില്ലാതെ നിന്റെ മുഖത്തൊരു സന്തോഷം? പറ, അമ്മ അറിയട്ടെ. അമ്മയുടെ മോനും ഞാനും ചേർന്ന് ഒരുമിച്ചായി ഇന്ന് ഓഫീസിൽ പോകുന്നത്. അതെ മേ, ട്രൂത്ത് തന്നെയാ. എന്നോട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുവോ. അല്ല, ഇന്നെന്താ പ്രത്യേകിച്ച്? അല്ല, ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒന്നും സംഭവിച്ചു കാണില്ല. DKക്ക് ഓഫീസില് ഒരു പിയൂണിന്റെ ആവശ്യം ഉണ്ടാവും. അതിനായിരിക്കും ഇവിടെ കൊണ്ടുപോകുന്നത്. പിയൂനാണോ തൂണാണെന്നൊക്കെ ഇവിടെ ഭർത്താവ് തീരുമാനിച്ചോളൂ. നിന്റെ അധികപ്രസംഗം വേണ്ട, മനസ്സിലായോ? അമ്മ എന്തിനാ താരോട് ഇങ്ങനെ വഴക്കിടുന്നത്? എന്റെ ഭർത്താവിന്റെ കൂടെ പ്യൂണിന്റെ ജോലി ചെയ്താലും തൂപ്പുകാരിയുടെ ജോലി ചെയ്താലും അതിലെനിക്ക് അഭിമാനമുള്ളൂ. താര, ഒരു ഭാര്യ എന്ന് പറഞ്ഞു ഭർത്താവിന്റെ ജീവിതത്തിലെ എല്ലാമാണ്. ഭർത്താവ് ചിലപ്പോ നമ്മളോട് വഴക്കിടും, നമ്മൾ ഇഷ്ടമല്ലെന്നൊക്കെ പറയും, ഇഷ്ടമല്ലാതെ പെരുമാറും. എന്നാലും കഴുത്തിലെ താലി കെട്ടിയ ഭർത്താവിനോടുള്ള ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ ഒരു ഭാര്യയ്ക്ക് സ്വന്തം പ്രാണനേക്കാളും വലുതാ. അതിന്റെയൊക്കെ മഹത്വവും വിലയും നിനക്കറിയാത്തതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ഭർത്താവ് കെട്ടിയ താലി കഴുത്തി കിടക്കുവാണെന്ന് കരുതി ഭാര്യ ആവണമെന്നില്ല. അതിന് ഭർത്താവ് കൂടി അംഗീകരിക്കണം. ഇനി ഒരു വാക്കത്തി മിണ്ടിയാൽ അടിച്ചതിന്റെ കരണക്കുട്ടിനെ നെറ്റുപോട്ട് വിളക്കും ഞാൻ. മനസ്സിലായോ? എന്റെ മരുമോളെ നീ കളിയാക്കുന്നോ? ഇപ്പോൾ ആരാണ് നിന്റെ വിചാരം? അമ്മ, ഞാൻ മിണ്ടരുത് നീ. ഗെറ്റ് ഔട്ട്. പോടി. അല്ല പിന്നെ ഈ അമ്മയുടെ ഒരു കാര്യം, അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് അമ്മ എന്തിനാ അതിന്റെ പേരിൽ ഇങ്ങനെ വഴക്കിടാൻ നടക്കുന്നത്? അങ്ങനെ എന്റെ മരുമകളെ ആരും കുറ്റം പറയണ്ട. പറഞ്ഞാലേ ഈ പത്മാവതമ്മയുടെ തനി സ്വരൂപേ അവര് കാണും. അപ്പൊ അംബിക ചിട്ടി ഇനിയും വരുമോ? വേണ്ടി വന്നാൽ ഇനിയും വരും. മായച്ചി, മായച്ചി, എന്താടി അറിഞ്ഞോ? DKയും ജ്യോതിയും കൂടെ ഒരുമിച്ച് റെസ്റ്റോറന്റിൽ പോകുന്നെന്ന്. ഒറ്റാല് കിടന്നതും കിഴക്കുന്നു വന്നതും ഒക്കെ പോയല്ലോ മായച്ചി. നിന്നോട് ആര് പറഞ്ഞു ഇക്കാര്യം? ജ്യോതി അമ്മയോട് പറയുന്ന ഞാൻ കേട്ടതാ. രണ്ടാളും 2 വഴിക്ക് പിരിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് തന്നെ പണിയൊന്നല്ല മായച്ചി. അവരൊരുമിച്ച് എവിടെയെല്ലാം പോകുന്നു. ഇതിപ്പോ ഓഫീസിൽ പോകുന്നതിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? വീട്ടിൽ ഒരുമിച്ച്, ബാക്കി സമയം ഓഫീസിലും. എന്നുവെച്ചാ ഒരു ദിവസത്തിൽ 24 മണിക്കൂറും ഒരുമിച്ചുണ്ടാവുന്നു. അതിന് അവര് തമ്മിലുള്ള എലിയും പൂച്ചയും കളി ഇപ്പൊ തന്നെ കുറച്ച് കൂടുതലാ. ഇനി ഇതും കൂടി ആവുമ്പോ ഒരു കുഞ്ഞിക്കാല് എപ്പോ കണ്ടോന്ന് ചോദിച്ചാ മതി. വൃത്തിയോട് പറയാതിരി. താരേച്ചി പറഞ്ഞത് സത്യം. അവർക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മയാ. നടക്കാത്ത കാര്യം പറയാനാണോ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇത് നടക്കാത്ത കാര്യമാണെന്ന് ആര് പറഞ്ഞു? ഇതെന്തായാലും നടക്കും. എന്നും വഴക്ക് കൂടിയിരുന്ന അവര് തമ്മില് ഇപ്പൊ എത്ര സന്തോഷത്തിലാ. പഴയതുപോലെ വഴക്കുണ്ടോ? DKയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്കുന്നത് ജ്യോതിയല്ലേ? എന്തിന്? DKയുടെ ജീവന്റെ ജീവനായ റെസ്റ്റോറന്റ് പോലും ജ്യോതി ഏൽപ്പിച്ചില്ലേ? ഇപ്പൊ 2 പേരും കൂടി ഒരുമിച്ച് ഓഫീസിലേക്കും പോയി തുടങ്ങി. മയച്ചി, ഈ കുശുമ്പ ഗുന്നായ്മയൊക്കെ മാറ്റി വെച്ചിട്ടേ ആ കാഴ്ച കാണാൻ വരുന്നുണ്ടെങ്കിൽ വാ. പിന്നെ വേറെ പണിയില്ല, നീ അങ്ങ് പോയാ മതി. ഞാൻ എന്തായാലും പോവും. എന്തായാലും എനിക്ക് ആ കാഴ്ച എന്ന് കാണണം. വാ മായച്ചി, ഇത് സത്യമാണോ നമുക്ക് നേരിട്ട് അറിയാലോ. പിന്നെ നടക്കപ്പോ.
സുപ്രിയ, ഈ മേശപ്പുറത്ത് നിന്റെ ചിത്രത്തിനോടൊപ്പം ഇരിക്കാൻ ഒരു യോഗ്യത ഈ ബേക്കറിക്കാരിക്കില്ല. പക്ഷെ എന്തു ചെയ്യാം, അമ്മയത് ഇവിടെ കൊണ്ടുവച്ചത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ വെക്കാൻ സമ്മതിച്ചത്. പക്ഷേ ഇപ്പൊ ഇത് കണ്ടപ്പോ എനിക്കൊരു സമാധാനം തോന്നുന്നില്ല. നിലവിളക്കിനരികിൽ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചതുപോലെ ഇരിക്കുന്നു. എന്റെ ഹിറ്റ്ലറെ ഇതുവരെ റെഡിയായില്ലേ? വേഗം വാ, പോവാൻ സമയായി. എന്താ ഡേക്കയുടെ മുഖത്തൊരു വെപ്രാളം? ഇയാളെന്തോ ഒരു കള്ളത്തരം കാണിച്ചല്ലോ. എന്താ അത്? കൊള്ളാല്ല. അമ്മേ, അമ്മേ, അമ്മേ. എന്റെ പൊന്നി ഹിറ്റ്ലറെ, ആ ഫോട്ടോ കമഴ്ത്തി വെച്ചു എന്ന് കരുതി അതിൽ ഞാൻ ഇല്ലാതാവാനൊന്നും പോകുന്നില്ലല്ലോ. അത് പിന്നെ എന്റെ കൈ തട്ടി കമിഴ്ന്ന് വീണുപോയതാ. നിങ്ങൾക്ക് കള്ളത്തരം കാണിക്കാൻ തീരെ അറിയില്ല എന്റെ ഹിറ്റ്ലറെ. കൈ തട്ടി കമിഴ്ന്നു പോയതാണെങ്കിൽ അതങ്ങ് നിവർത്തി വെച്ചാലെന്താ? അമ്മ കൊണ്ടുവച്ചതല്ലേ, അതവിടെ ഇരുന്നോട്ടേന്നേ. സുപ്രിയയുടെ ചിത്രത്തിനടുത്ത് ഇരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലാന്നറിയാം. എങ്കിലും ഇത്രയും കാലം നിങ്ങളോടൊപ്പം ഒന്നിച്ച് ജീവിച്ചെന്നുള്ളൊരു ഓർമ്മയെങ്കിലും ഈ മുറിയിലിരിക്കട്ടെ. ഹിറ്റ്ലറെ, നിങ്ങൾക്ക് സുപ്രിയയോടുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഭൂതകാലോ സുപ്രിയ, വർത്തമാനകാലം ഇപ്പോ ഞാനാ. അനുഭവിച്ച ഭൂതകാലത്തിന്റെ സ്നേഹമൊന്നും മറക്കാൻ ഞാൻ പറയുന്നില്ല. എന്നാലും മേശപ്പുറത്ത് എന്റെ ഒരു ചിത്രം വെക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് കിട്ടിയല്ലോ. അമ്മ കൊണ്ട് വെച്ചതാണെങ്കിലും അതിൽ ഞാൻ തൃപ്തയാ. എനിക്കത് മതി. നിന്റെ സംതൃപ്തിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. ഓ, അതെനിക്ക് അറിയാവേ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ. അമ്മ ഈ ഫോട്ടോ ഇവിടെ കൊണ്ട് വെച്ചപ്പോ നിങ്ങൾ ഈ ചിത്രത്തിന് മേശപ്പുറത്ത് അനുവദിച്ച സ്ഥാനം ഉണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളുടെ മനസ്സിലും എനിക്കുണ്ടാവും. ഒരു ദിവസം പോലും എന്നെ ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കാതിരുന്ന നിങ്ങള് ഇപ്പൊ ജീവിതത്തിൽ എത്ര കാലം വേണമെങ്കിലും എനിക്കിവിടെ നിൽക്കാനുള്ള അനുവാദം തന്നില്ലേ? നിങ്ങളെ കൊണ്ട് ദൈവം സമ്മതിപ്പിച്ചതാ. മിണ്ടരുത്. അമ്മ ഇത് കൊണ്ടുവച്ചതുകൊണ്ടാ ഞാൻ ക്ഷമിച്ചത്. നീയായിരുന്നെങ്കിൽ ഞാനിത് വലിച്ചു ദൂരെ എറിഞ്ഞേനെ. എടി ബേക്കറിക്കാരി, നിനക്കിഷ്ടമുള്ള കാലം അത്രയും ഇവിടെ ജീവിക്കാമെന്ന് ഞാൻ നിന്റെ അനിയത്തിക്ക് വാക്കുകൊടുത്തത് നിനക്ക് വേണ്ടിയൊന്നുമല്ല, അവളുടെ കല്യാണം നടക്കാൻ വേണ്ടിയാ. അവളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാ നിങ്ങളെ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. നീ എന്ത് ചെയ്യൂടി ബേക്കറിക്കാരി? ഞാൻ